വാട്ട്സ് അപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ എല്ലാവരും നമ്മുടെ ടൈറ്റിലും തംബ്നെയിലും കണ്ടിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താൻ പോവുകയാണോ എന്നുള്ള ഒരു ആകാംക്ഷയായിട്ടായിരിക്കും ചാനൽ വന്നിട്ടുള്ളത്. സോ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളുടെ ആ ഒരു ടെൻഷനും സസ്പെൻസും ഒക്കെ കളഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഞാൻ എന്തായാലും യൂട്യൂബ് ചാനൽ നിർത്താൻ പോകുന്നില്ല. സോ ഈ വീഡിയോ ബേസിക്കലി ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാത്തത്, ഇനി എന്നാണ് നമ്മൾ വീഡിയോ ഇടാൻ പോകുന്നത്, ഇനി എന്താണ് നമ്മുടെ ചാനലിൻ്റെ മുമ്പോട്ടുള്ള ഒരു പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. സോ ബേസിക്കലി ഒരുപാട് പേർക്ക് അറിയത്തില്ല എന്താണ് ഇത്രയും ദിവസം നടന്നതെന്ന്. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് ഇപ്പം സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാത്തതെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഒരുപാട് പേര് ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടില്ല, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കണ്ടിട്ടുള്ളവർ എന്നെ ഒരുപാട് രീതിക്ക് എന്നെ ആക്ച്വലി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഗൈസ് ഫോർ ദാറ്റ്. സോ അറിയാത്തവർക്ക് വേണ്ടി പറയാം, സോ നവംബർ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് മാസങ്ങളിൽ ഒരെണ്ണമായിരുന്നു ഇപ്പോൾ കടന്നു പോയത്. സോ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ നവംബറിൽ വീഡിയോസ് ഇടാത്തതാണ്. ആക്ച്വലി എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് ഓക്കെ അല്ലായിരുന്നു. സോ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ ആ ഒരു അവസ്ഥയിലായിരുന്നു. സോ ആക്ച്വലി നവംബർ 1-ാം തീയതി നമ്മുടെ സൂക്കോസിസിൻ്റെ അടുത്ത എപ്പിസോഡ് ഇറങ്ങേണ്ട ദിവസമായിരുന്നു. സോ അന്നത്തെ ദിവസം ഞാനിരുന്ന് നമ്മുടെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അത് ഒക്ടോബർ 31 രാത്രി ഞാനിന്ന് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് സിസ്റ്റം കാണിച്ചായിരുന്നു. അതായത് കുറച്ച് സൗണ്ട് ഇഷ്യൂസൊക്കെ കാണിച്ചായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഇട്ട ഒരു വീഡിയോസിലും സൗണ്ടിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു സൗണ്ട് കുറച്ച് ഗ്ലിച്ച് അടിക്കുന്ന രീതിക്കുള്ള ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. കുറേ പേര് അത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് PC-യുടെ ഇഷ്യൂ ആണെന്ന് എനിക്ക് അപ്പോഴും തോന്നിയിട്ടില്ലായിരുന്നു, സത്യം പറയാമല്ലോ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ PC കുറച്ച് ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവുന്നതായിട്ട് എനിക്ക് ഫീലായി. പേഴ്സണലി എനിക്കും ഫീലായി. സോ എൻ്റെ ഫ്രണ്ട്സിനും ഫീലായി, ഇവിടെ വരുന്ന ഒരുപാട് പേർക്ക് ഫീലായി. എൻ്റെ റൂം ഭയങ്കരമായിട്ട് ചൂടാവുന്നത് പോലെയും എൻ്റെ PC ഭയങ്കര ഓവർ ഹീറ്റ് ആവുന്ന പോലെയും എല്ലാവർക്കും ഫീലായി. സോ ബേസിക്കലി ഞാൻ അപ്പോഴും സത്യം പറഞ്ഞാൽ അത് കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ വിചാരിച്ചു നമ്മൾ ഡെയിലി 2 വീഡിയോസൊക്കെ വെച്ച് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നവംബർ 1-ാം തീയതി നമ്മൾ സൂക്കോസിൻ്റെ അടുത്ത പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ഗെയിം ലോഡായി റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളെ PC അങ്ങ് ഓഫായി. അപ്പം എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ വീണ്ടും ഓപ്പണായി. വീണ്ടും ഞാൻ സൂക്കോസിൻ്റെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് PC ഓഫായി. പിന്നെ അത് ഓണായിട്ടില്ല. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി PC പണി തന്നു. സോ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഗീക്ക് ബോസിൽ വിളിച്ചു. ഗീക്ക് ബോസിൽ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. സോ എന്നിട്ട് നമ്മൾ അവിടെ ചെന്നു, നമ്മൾ അതിൻ്റെ PC-യുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പാർട്സ് മാറ്റേണ്ടി വരും. സോ ഇതിൽ ബേസിക്കലി 2-3 പാർട്സ് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. സോ ആക്ച്വലി ഇതിൻ്റെ കൂളർ മാറ്റണമായിരുന്നു, ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട്. അങ്ങനെ കൂളർ മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ ക്യാബിനറ്റിൽ ആ പുതിയ കൂളർ വയ്ക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ആ സ്പേസിന് വേണ്ടി ക്യാബിനറ്റ് മാറ്റണം. അപ്പോൾ ഇത് രണ്ടും മാറ്റുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കിയ സമയത്ത് മദർ ബോർഡിനും ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ മദർ ബോർഡ് മാറ്റണമെന്ന് പറഞ്ഞു. ഇതെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞ് SSD-ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ SSD മാറ്റേണ്ടി വന്നു. സോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PC-യുടെ ഒരു 50% ഭാഗവും 50 അല്ല ഒരു 60% ഭാഗവും നമ്മൾ ഒന്നുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇപ്പോൾ PC-യുടെ കാര്യത്തിൽ. സോ ആക്ച്വലി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക്, നവംബറിലെ സെക്കൻഡ് വീക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടേണ്ടതായിരുന്നു. ബട്ട് നവംബർ 7-ന് ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ഒരു ബ്രദർ, പുള്ളിക്കാരൻ മരിച്ചുപോയി. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് ഡൗണായി. പിന്നെ വീഡിയോ ഇടാനും പറ്റിയില്ല. വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. ഒരു മരണം നടന്നു, അപ്പം ബേസിക്കലി നമ്മൾ അവിടെ ആയിരിക്കുമല്ലോ. അപ്പം വീഡിയോസ് അതിൻ്റെ പുറകെ ഒന്നും വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഷോർട്സ് എങ്കിലും ഇട്ടുകൊണ്ടിരുന്നതാണ്. പിന്നീട് ഷോർട്സ് ഇടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായി. സോ അത് കഴിഞ്ഞ് റിക്കവർ ആകും എന്ന് വിചാരിച്ചു. മേ ബി 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിലൊക്കെ നമുക്ക് റിക്കവർ ആയിട്ട് ഷോർട്സ് എങ്കിലും ഇടാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതും പറ്റിയില്ല. ഭയങ്കരമായിട്ട് ഡൗണായി. ഒട്ടും നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്ത രീതിക്ക് ഡൗണായി. എങ്ങനെ പറയണമെന്ന് പോലും അറിയത്തില്ല, സത്യം പറയാമല്ലോ. സോ ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് പോയത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഡൗൺ ആയിരുന്നു. ആർക്കും ഒരു കാര്യങ്ങളും അങ്ങ് ചെയ്യാൻ പറ്റിയില്ല. സോ എല്ലാവരും ഫുള്ളി ഡൗൺ ആയിരുന്നു. ഞാനും ഫുള്ളി ഡൗൺ ആയിരുന്നു. സിസ്റ്റം ശ്രദ്ധിക്കാൻ പറ്റിയില്ല, PC ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സിസ്റ്റം കൊണ്ട് റെഡിയാക്കാൻ അവിടെ കൊടുത്തിട്ട് അതിനെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ പറ്റിയില്ല. സോ ഫൈനലി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ PC അങ്ങനെ റെഡിയാക്കി എടുത്തു. PC റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നു. ബട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് PC ഓപ്പൺ ആക്കുമ്പോഴും പറ്റുന്നില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വരുന്നില്ലായിരുന്നു, ഒരു ഹാപ്പിനെസ് ഇല്ലായിരുന്നു. വീഡിയോസ് പണ്ടത്തെ പോലെ ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു. നവംബർ ലാസ്റ്റ് വീക്ക് എന്തോ ആവുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇടാൻ വേണ്ടി റെക്കോർഡ് ചെയ്യാൻ വന്നിരുന്നു. ക്യാമറ ഓപ്പൺ ആക്കി. ബട്ട് ക്യാമറ ഓപ്പൺ ആക്കിയിട്ടും എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്, ഇങ്ങനത്തെ ഒരാളുടെ
നമ്മുടെ ലൈഫിൽ നിന്നുള്ള ഒരാളുടെ ലോസ് നമ്മളെ എത്രത്തോളം ബാധിക്കുമെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായത്. സോ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല, ഫുള്ളി ഡൗൺ ആയിരുന്നു. ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനമേ ലൈഫിലില്ല. പിന്നെ നിങ്ങളുടെ കുറച്ച് പേരുടെ കമൻസും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം ചോദിച്ചിട്ട്. അപ്പോഴത്തേക്കാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു, ആശ്വസിപ്പിച്ചു, അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു, ഓക്കെ ആവണമെന്ന് പറഞ്ഞു, വിളിച്ചു. സോ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡൗൺ ആയിരുന്ന സമയത്ത് എന്നെ ഓക്കെ ആക്കാനുള്ള ഒരു ഫാക്ടേഴ്സ് ആയിരുന്നു നിങ്ങളുടെ ആ ഒരു കമൻസ് ആണെങ്കിലും മെസ്സേജസ് ആണെങ്കിലും കോൾസ് ആണെങ്കിലും എല്ലാം. അതുകൊണ്ട് തന്നെയാണ് ലൈക്ക് അത് അങ്ങനത്തെ ആ ഒരു കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 ദിവസം 6 ദിവസം എന്തോ ആയ സമയത്ത് തന്നെ ഞാൻ ഷോർട്സ് ഇടാൻ തീരുമാനിച്ചു. സോ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉടനെ തന്നെ വീഡിയോസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഷോർട്സ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്നിട്ടും വീഡിയോസ് എടുക്കാനിരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തോ ഒരു കാര്യം പിന്നീന്ന് വലിക്കുന്ന പോലെ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ലൈക്ക് ഓരോ ഓർമ്മകളില്ലേ നമ്മൾ അവരുടെയൊക്കെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ ഓർമ്മകളൊക്കെ വരുമ്പോൾ നമുക്ക് പറ്റുന്നില്ലായിരുന്നു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും. സോ ഈ വീഡിയോയിൽ ബേസിക്കലി ഈ 2 കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് തന്നെ. എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, ഇനി എന്തായിരിക്കും അവസ്ഥ. ഇനി എന്തായാലും നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. പ്രോബബ്ലി നാളെ തൊട്ട് ഗെയിമിംഗ് വീഡിയോസ് അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് ഗെയിമിംഗ് വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. എന്തെങ്കിലും അതിന് ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും. എന്തായാലും നമ്മൾ വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്തൊക്കെ സംഭവിച്ചാലും. സോ നമ്മുടെ ലൈഫിൽ എത്രയൊക്കെ ഡിസാസ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ആ ഒരു സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം കാണും. സോ എനിക്കറിയാം എന്നെക്കാളും വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് എന്നെ വിളിച്ച് അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടമൊന്നും അല്ലാന്ന് തോന്നുന്ന രീതിക്കുള്ള സങ്കടങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ there will be a hope, there will be a ray of light that shines. ആ ഒരു റേ ഓഫ് ലൈറ്റ് നമ്മളൊന്ന് ഓക്കെ ആക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുമ്പോട്ട് പോവാം. സോ എന്തായാലും എൻ്റെ വീഡിയോസ് ഉറപ്പായിട്ടും ഉണ്ടാവും, നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ഈ ഒരു സത്യം പറയാമല്ലോ, നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കാരണമാണ് എനിക്കിപ്പോൾ വീഡിയോസ് ഇടണമെന്നുള്ള ആ ഒരു മോട്ടിവേഷൻ വന്നതും ആ ഒരു സന്തോഷം വന്നതും എല്ലാം. നിങ്ങളെല്ലാം മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞയക്കുന്ന ഓരോ മെസ്സേജസ് കാണുമ്പോൾ തന്നെ ലൈക്ക് ഐ ഫീൽ സോ ബ്ലെസ്ഡ്. സോ താങ്ക് യു ഗൈസ് ഫോർ ദാറ്റ്. സോ എന്തായാലും നമ്മുടെ വീഡിയോസ് ഉറപ്പായിട്ടും ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ വീണ്ടും പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പണ്ടത്തതിനേക്കാൾ പവർഫുള്ളായിട്ട് നമ്മൾ മടങ്ങി വരും വീഡിയോസ് ഇട്ട്. സോ നമ്മൾ സ്റ്റുഡിയോയിലും കുറച്ച് അപ്ഗ്രേഡ്സ് ചെയ്തിട്ടുണ്ട്, പി സിയിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പാർട്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഗാഡ്ജറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യവും നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. സോ സ്റ്റുഡിയോ ടൂർ വീഡിയോ, നമ്മുടെ Q&A വീഡിയോ, നമ്മുടെ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇവിടെ ഇരിപ്പുണ്ട്. പ്ലേ ബട്ടൺ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അസോർട്ടറായിട്ട് എടുത്തിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ പ്ലേ ബട്ടൺ, ആ സാധനങ്ങളെല്ലാം. സോ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോസ് ഒരു വീഡിയോ അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് എന്തായാലും നമ്മുടെ ഈ സെക്കൻഡ് ചാനൽ, ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്ന ചാനൽ, നമ്മുടെ ലൈഫ് ഓഫ് ആരോ എന്നുള്ള ചാനലിൽ വരുന്നതായിരിക്കും. ഗെയിം പ്ലേ വീഡിയോസ് നമ്മളെ ഹൂയിസ് ആരോ എന്നുള്ള ചാനലിൽ വരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഉടനെ തന്നെ ബാക്കി വീഡിയോസും ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. സോ ഞാൻ ഒരു 90% ഓക്കെ ആയിട്ടുണ്ട്. സോ ബാക്കി 10% നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ കൂടെ നമുക്കൊന്ന് ഓക്കെ ആക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. So keep rocking as always. So see you guys in another video.